ഇതേ നോക്കിയേ, ഇന്നത്തെ സ്പെഷ്യലാട്ടോ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മളെ കടലയും കുതിർത്തി വെച്ച കടലയാട്ടോ, അതുപോലെ തന്നെ കുതിർത്തി വെച്ച ചെറുപയറും ഒരേ അളവിനാണ്. ഇതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ അരച്ചെടുക്കണം. കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയറും കടലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പം അതൊക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. മുളക് പൊടിയൊക്കെ എരിവിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കടലയും ചെറുപയറും ഒരേ അളവിനെടുക്കണേ. അപ്പം നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടി വേണം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും മുറിച്ചിട്ടത്, ഒരു 2 പച്ചമുളകും, ഒരു അരമുറി ഉള്ളിയും കുനുകുനാന്ന് അരിഞ്ഞത് നമുക്ക് ഈ അരച്ചയിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇത് എന്താ പറയുക, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരിപ്പ് വടേൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. പക്ഷേ അതിൽ എന്താ പറയുക, നമ്മൾ കടലയും ചെറുപയറും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇടാത്തത് മനഃപൂർവ്വമൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് കല്യാണ തിരക്കാണ്. ഇപ്പോൾ ഒരു 4 ദിവസത്തെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ മക്കളെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം നമുക്കിതെന്താക്കണം, ഇതുപോലെ ഞാൻ കാണിച്ചു തരാവേ. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ ഫോണ് താഴെ വെച്ചിട്ട് ഒരു തൂണിൽ ചാരി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ കുറച്ച് ഇതാക്കിയിട്ട് 3 കോണാക്കിയിട്ട് നടുവിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ലാസ്റ്റ് അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ല, റൗണ്ടാക്കിയിട്ട് പരത്തിയിട്ട് നമുക്ക് ചുടാനും പറ്റും കേട്ടോ. വെറും റൗണ്ടാക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് വട്ടത്തിലാക്കിയാൽ മതി. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ നടുവിലേക്ക് 3 കോണാക്കിയിട്ടാണ് ഈ ഒരു ആകൃതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് വെറും റൗണ്ടിലാക്കിയിട്ട് നമ്മൾ സാധാരണ പരിപ്പ് വട മോഡലാക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ മക്കളെ കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ വൈകുന്നേരത്തെ ചായക്ക്. അപ്പം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാനും വോയിസ് ഒന്നിനും നേരം കിട്ടുന്നില്ല കേട്ടോ. അതും കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അടുത്ത കല്യാണം. ഇതുപോലെയാട്ടോ ഞാൻ പരത്തി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അടുപ്പിലേക്ക് ഇതാണ്ട് ചട്ടി വെച്ച് പാം ഓയിൽ വെച്ചു. പാം ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് എന്താക്കുക, ഇതിലേക്ക് ഇത് കണ്ടോ, ഇതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് പൊരിച്ചെടുക്കുക. വീഡിയോ ചെറുതാന്ന് പറഞ്ഞത്, ഇത് പെട്ടെന്ന് കഴിയുന്ന വീഡിയോ. അപ്പോൾ ഒരുപാട് സംസാരിച്ച് വലിച്ച് നീട്ടണ്ട, വേഗം അങ്ങ് പറഞ്ഞു പോവാലോ. അപ്പോൾ ഇതിപ്പം തിരിച്ച് ഒരു ഭാഗമായപ്പം അടുത്ത ഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വേവിക്കാത്ത കുറച്ച് നേരം നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് പൊരിച്ച് കൊടുക്കാം. കല്യാണത്തിന് പോയിട്ട് സൗണ്ടൊന്നുമില്ല, തൊണ്ടയൊക്കെ എന്തൊക്കെയോ ആവുക. തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാന്ന് തോന്നും. അപ്പം തൊട്ടടുത്തുള്ള കല്യാണമായിരുന്നേ. അപ്പം 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇപ്പം 4-5 ദിവസം അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഇരട്ടിയിലേക്ക് വസീമിൻ്റെ കല്യാണത്തിന് പോകണം. തിരക്ക് തന്നെയാണ് ഇനി. അപ്പോൾ മക്കുടൂസൊക്കെ ഇവിടെയുണ്ട്, എല്ലാവരും അടുത്തിരിക്കുക. അപ്പോൾ ഇത് കണ്ടോ, 2 സൈഡും നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എന്താക്കണം, പൊരിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് കോരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ ആയിട്ട് വേണം നമുക്ക് പൊരിച്ചത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ആവാനായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പം ഇട്ടത് പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് കോരി എടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ കുറേ നേരം എന്താ പറയുക, തിരിച്ച് മറിച്ച് വിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇതേ രീതിയിൽ പൊരിഞ്ഞെടുക്കുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, അടുത്തതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ചുടുമ്പം കുറച്ച് കൂടുതൽ ചുടും കേട്ടോ, കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് പരിപ്പ് വടയായാലും ഇതായാലും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് എടുത്തതും ഞാൻ പൊരിച്ചത് കണ്ടോ, ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതാട്ടോ, ഇത് ഞാൻ മേലെ സോസ് ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ്, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നാൽ ശരി കേട്ടോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പം ബായ്.